തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങൾ ഏറ്റവും കൗതുകത്തോടെ ആകാംക്ഷയോടെ നോക്കുന്നത് സർവേ ഫലങ്ങളാണ്. വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടേതായ സർവേ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിലേതായ ഏറ്റവും പുതിയത് ABP സർവേ പറയുന്നു കേരളത്തിൽ UDF 20 സീറ്റും നേടുമെന്നാണ് അവരുടെ പ്രവചനം. UDFന് 45% വോട്ട് ഷെയർ ഉണ്ടാകും. ഇടതുപക്ഷത്തിന് 31% BJPക്ക് 20% വോട്ടും ലഭിക്കുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്. തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണി 39 സീറ്റിലും വിജയിക്കുമെന്നും സർവേയിൽ പ്രവചിക്കുന്നുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, ഓരോ സർവേകളും പാർട്ടികൾക്ക് ആശങ്കയും പ്രതീക്ഷയും ഒക്കെ നൽകുന്നതാണ്. എങ്ങനെയാണ് ABP സർവേയുടെ അതിൽ കേരളത്തിൽ 20 നേടുക എന്ന് പറഞ്ഞാൽ 19-1 നിന്ന് 20 എത്തുക കൂടുതൽ അത്ഭുതകരമായൊരു വിജയമാണല്ലോ. എങ്ങനെയാണ് അവരുടെ പ്രവചനം? തീർച്ചയായിട്ടും ഇത്തവണ UDF കേരളം തൂത്തുവാരും എന്നുള്ള ഒരു പ്രവചനമാണ് ABP സി വോട്ടർ നടത്തിയിരിക്കുന്നത്. മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒരു റിപ്പോർട്ട്, ഈ ഒരു സർവേ പുറത്ത് വന്നിട്ട്. അതിൽ തന്നെ UDFന് വ്യക്തമായിട്ടുള്ള മുൻതൂക്കം കേരളത്തിൽ പറയുന്നു. ഒപ്പം തന്നെ ദക്ഷിണേന്ത്യയിൽ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിലും കേരളത്തിലും ഇത്തവണയും BJPക്ക് വലിയ തിരിച്ചടി തന്നെ ഉണ്ടാകും, രക്ഷയുണ്ടാവില്ല എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ 20% BJPക്ക് വോട്ട് ഷെയർ പറയുന്നത്, അല്ലെങ്കിൽ NDAക്ക് ഒരു വോട്ട് ഷെയർ ആയിട്ട് പറയുന്നത്. 2019 അപേക്ഷിച്ച് ഒരു 6% വർധനവ് ഇത്തവണ വോട്ട് ഷെയറിൽ എന്തായാലും ഉണ്ടായിരിക്കുമെന്നുള്ള കാര്യം തന്നെയാണ്. കേരളത്തിൽ തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ത്രികോണ മത്സരങ്ങൾ ഉൾപ്പെടെ, അല്ലെങ്കിൽ കടുത്ത മത്സരങ്ങൾ നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. പക്ഷേ അവിടെയെല്ലാം തന്നെ UDFന് വ്യക്തമായിട്ടുള്ളൊരു മുൻകൈയാണ് ABP സി വോട്ടർ ഇപ്പോൾ പ്രവചിക്കുന്നത്. 543 മണ്ഡലങ്ങളിലും ഏകദേശം പകുതിയോളം മണ്ഡലങ്ങളിലെ മാത്രമാണ് കണക്കിപ്പോൾ സി വോട്ടർ പ്രവചിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും കാരണം ഈ മഹാരാഷ്ട്ര ഉൾപ്പെടെ പലയിടത്തും സീറ്റ് വിഭജനം അടക്കം പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ലഭ്യമായ കണക്കുകൾ അനുസരിച്ച് ഈ മണ്ഡലങ്ങളിൽ നടത്തിയ ഒരു സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കണക്കുകൾ പുറത്തുവരുന്നത്.